നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യോമഗതാഗതം ആരംഭിക്കുന്ന സാഹചര്യത്തിൽ നിർദ്ദേശങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. പ്രവാസ ലോകത്ത് നിന്നും ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും യാത്ര ചെയ്യുന്നവർ കൂടുമെന്നതിനാൽ തന്നെ രോഗവ്യാപന സാധ്യതയും കൂടുതലായും പറഞ്ഞു വരികയാണ്. ആരോഗ്യ സേതു ആപ്ലിക്കേഷനിൽ ഗ്രീൻ സിഗ്നൽ കാണിക്കുന്ന ആഭ്യന്തര വിമാനയാത്രികർ നിരീക്ഷണത്തിൽ കഴിയേണ്ടതില്ലെന്നാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയിരിക്കുന്നത്. ആഭ്യന്തര വിമാനയാത്രയുമായി ബന്ധപ്പെട്ട് കേന്ദ്രം പുറത്തിറക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ വ്യക്തത വരുത്താനായി നടത്തിയ ഓൺലൈൻ മീറ്റിംഗിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ആരോഗ്യ സേതുവിൽ സേഫ് അഥവാ ഗ്രീൻ സിഗ്നൽ കാണിക്കുന്നവർ നിരീക്ഷണത്തിൽ കഴിയേണ്ടത് എന്തിനെന്ന് മനസ്സിലാവുന്നില്ല, അതിന്റെ ആവശ്യവുമില്ല. എന്നാൽ ആരോഗ്യ സേതു ആപ്ലിക്കേഷനിൽ ചുവന്ന സിഗ്നൽ കാണിക്കുന്നവരെ വിമാനത്താവളത്തിൽ പ്രവേശിപ്പിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. വിമാനയാത്രയിൽ ആരോഗ്യ സേതു ആപ്പ് നിർബന്ധമാക്കിയില്ലെന്നായിരുന്നു നേരത്തെയുള്ള കേന്ദ്രത്തിന്റെ നിലപാട്. എന്നാൽ ഈ നിലപാടാണ് വ്യോമയാന മന്ത്രി കഴിഞ്ഞ ദിവസം തിരുത്തിയത്. അതായത് ആഭ്യന്തര വിമാനയാത്രികർ ഉറപ്പായും ആരോഗ്യ സേതു കരുതിയിരിക്കണം. കേരളം ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങൾ ആഭ്യന്തര വിമാനയാത്രികർ 14 ദിവസം ക്വാറന്റൈനിൽ കഴിയണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. വിമാനയാത്രികരുടെ ക്വാറന്റൈൻ സംബന്ധിച്ച് അനാവശ്യ സംഭ്രമം പല സംസ്ഥാനങ്ങൾക്കും ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. പച്ച സിഗ്നൽ കാണിക്കുന്നവർ നിരീക്ഷണത്തിൽ കഴിയേണ്ടതിന്റെ ആവശ്യമില്ലെന്ന് കേരളം ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളുടെ നിലപാടിലുള്ള പ്രതികരണമായി മന്ത്രി ആവർത്തിക്കുകയാണ് ചെയ്തത്. മുതിർന്ന പൗരന്മാരുടെ യാത്ര ഒഴിവാക്കണമെന്നായിരുന്നു ആദ്യ നിലപാട്. എന്നാൽ അസുഖമില്ലെങ്കിൽ യാത്രയാകാമെന്ന് ഹർദീപ് സിംഗ് പുരി പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു. സംസ്ഥാനങ്ങളുടെ സമ്മതമുണ്ടെങ്കിലേ ആഭ്യന്തര സർവീസുകൾ തുടങ്ങാവൂ എന്ന പ്രതിപക്ഷ നിർദ്ദേശം കേന്ദ്രം തള്ളിയിരുന്നു. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടെ സർവീസ് തുടങ്ങാനായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട്. എന്നാൽ സ്ഥിതി മെച്ചപ്പെട്ടാൽ അത്രയും കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഓൺലൈൻ സംഭാഷണത്തിൽ ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കിയത്. എന്തിന് ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ കാത്തിരിക്കണം? സാഹചര്യം മെച്ചപ്പെട്ടാൽ ജൂൺ പകുതിയോടെ അല്ലെങ്കിൽ അവസാനത്തോടെ സർവീസ് തുടങ്ങാം. അക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത് സാഹചര്യത്തെ കൂടി പരിഗണിച്ചാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.